സ്വർഗീയപിതാവേ, പരിശുദ്ധനായ നല്ല കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിൽ കർത്താവേ, താഴ്മയോടുകൂടെ ഞങ്ങളുടെ വിശുദ്ധമായ ദിവസത്തിൽ നിൽക്കാൻ തക്കവണ്ണം ഞങ്ങൾക്കെല്ലാവർക്കും സമുദായ അവസരത്തിന് നന്ദി പറയുന്നു. പ്രഭാതം ഈ സമയം വരെയും ഞങ്ങളുടെ പ്രിയ മക്കളോടും അടിയങ്ങളോടും കൂടി ഇരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്തു. ഞങ്ങളുടെ നാമം മഹത്വപ്പെടുവാൻ, ഞങ്ങളുടെ ശ്രേഷ്ഠതയുടെ വചനത്തിന്റെ ആഴങ്ങളെ ചിന്തിക്കുവാൻ ഞങ്ങളെല്ലാവരും ബന്ധപ്പെടുത്തും. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തും. ഞങ്ങളുടെ സകലങ്ങളുടെയും കുറവുകളെ കർത്താവ് ക്ഷമിച്ച് എൻ്റെ കർത്താവ് ഞങ്ങളോടുകൂടി ഇരിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ വലിയ നാം ചോദിക്കുന്ന പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയപിതാവേ, വളരെ മനോഹരമായ ഈ ശബ്ദത്തിൽ പല സഫലമായിരുന്ന നമ്മളെ ഇവിടെ കൂട്ടിച്ചേർന്ന് കൊടുക്കാൻ ഞാൻ നന്ദി പറയാം. എല്ലാവരെയും ഈ വിശുദ്ധ അറിവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകം ഈ യൂത്ത് കാരക്കുളം യൂത്ത് സർക്കിളിലെ യൂത്തിൻ്റെ ഈ പള്ളിയിലേക്ക് ക്ഷണിച്ചതിനും അതുപോലെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരം തന്നതിനും പ്രത്യേകം ആദ്യമായി നന്ദി പറയുന്നു. ആദ്യമായി സ്വാഗതം ചെയ്യുവാൻ വേണ്ടി ഈ ചർച്ചിലെ പാസ്റ്ററിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചു. ഈ അനുഗ്രഹമേറിയ ദിവസത്തിന്റെ നല്ല വർക്കാണ് ദൈവത്തെ ആരാധിക്കാൻ കടന്നു നല്ല ദൈവം സഹോദരത്തിൽ പ്രത്യേകിച്ച് കാരക്കുളം സർക്കിളിലെ യൂത്ത് മെമ്പേഴ്സ് ദൈവം കാണുന്നതിനും പരിചയപ്പെടുന്നതിനും ആ സന്തോഷവും സൗഭാഗ്യം ലഭിച്ച ഞാൻ ദൈവത്തോട് നന്ദി. കാരണം ഇത്തരം മഹാസൗഭാഗ്യവും സന്തോഷവും ലഭ്യമാകുവാൻ തക്കണം. ഒരുപക്ഷെ കാരക്കുളം സർക്കിളിലെ യൂത്ത് അഹോരാത്രം കഷ്ടപ്പെട്ടിരിക്കുക, ശക്തമായി പ്രാർത്ഥിച്ചിരിക്കുക, ശക്തമായി അധ്വാനിച്ചിരിക്കുക. കാരണം ഇത്രയും പേരെ ഒന്ന് ഒരുമിച്ച് കൂട്ടുവാൻ തക്കവണ്ണം ഒരുപക്ഷെ വീടിന് വളരെയധികം ബുദ്ധിമുട്ട് പ്രയാസം അനുഭവിക്കണമെന്നില്ല. അതിന് അജിത്തിന് ഞാൻ പ്രത്യേകിച്ച് നന്ദി അർപ്പിക്കുക. കാരണം അജിക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കും. കാരണം ഇവരെയൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള വിഷയമാണ്. അതുപോലെ നല്ല പാട്ടുകാരും നല്ല പാട്ടുകാരികളാണ്. അവരൊക്കെ നല്ല ശബ്ദശുദ്ധിക്കും നല്ല ഗാനം പാടിയ എല്ലാ വ്യക്തികൾക്കും ദൈവമാക്കളെ നന്ദി അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന് ചില നേതൃത്വം വഹിച്ചതായ ലിജൻ ഫാമിലിക്ക് പ്രത്യേകം താങ്ക്സ്. കാരണം ഈ സഭയുടേതായ അഭിവൃദ്ധിക്ക് വേണ്ടി കാരക്കുളം സർക്കിളിൻ്റെതായ യൂത്ത് വിങ്ങിൻ്റെതായ പ്രവർത്തനത്തിന് വേണ്ടി അതിന്റെ പിന്നിൽ നിന്ന് ഒരുപാട് കാര്യാദികൾ ചെയ്തു എന്ന് മനസ്സിലാക്കുന്നു. ലിജയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. അവർക്ക് ദാനമാകുന്ന 3 കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ കൊയറിനെ നിയന്ത്രിപ്പാൻ തക്കണം നല്ല മനസ്സിലാണെങ്കിൽ നല്ലൊരു കീബോർഡിസ്റ്റ് ഒരു മകന്റെ പേര് എനിക്കറിയില്ലെങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ നല്ല തുറന്ന മനസ്സിന് നന്ദി. അവൾ നമ്മുടെ കാട്ടാക്കട ചൂണ്ടുള്ളി തരത്തിലായിരുന്നതായ ഗോൾഫിൻ സാർ അവർക്ക് പ്രത്യേകം നന്ദി. പ്രത്യേകിച്ച് ഈ ഫീമെയിലിനൊക്കെ കണ്ടാക്ട് ചെയ്ത് പ്രത്യേകിച്ച് സിസ്റ്ററാണോ പാട്ടുകാർത്തികളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് കുറെ വീട്ടില് പ്രിയ സിസ്റ്ററാണെന്ന് വിശ്വസിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഇരുവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല ശബ്ദശുദ്ധിക്ക് നന്ദി. അതുപോലെ നമ്മുടെ സഭാ വിശ്വാസികള് പ്രത്യേകിച്ച് നമ്മുടെ പാസ്റ്റർമാർ നമ്മുടെ പദ്ധതിയിലുണ്ട്. നമുക്ക് എടുക്കപ്പെട്ട ഒരു വിഷയമാണ്. ഈ സഭയ്ക്ക് 2 പാസ്റ്റർമാരുണ്ട്. പാസ്റ്റർ ഒന്നേ ഉള്ളൂ, അമ്മമാർ 2. ഒരു പാസ്റ്റർക്ക് നിർബന്ധം സാധിക്കും. എന്നാലും മിക്ക സന്ദർഭങ്ങളിലും ഏത് ഫംഗ്ഷനും പാസ്റ്ററിന്റെ സാന്നിധ്യം ആവശ്യമായിരുന്നു. ഇന്ന് വർക്കാലം ആ സാന്നിധ്യം അനുഭവിപ്പാൻ നമ്മുടെ ദൈവകാര്യം നമ്മെ സഹായിച്ചു. അതുപോലെ പാഠം പഠിപ്പിച്ചതായ വ്യക്തി ജീവിതങ്ങളെ ഓരോ ടീച്ചേഴ്സിനും പ്രത്യേകം നന്ദി. കാരണം
ഓരോ വ്യക്തികളെ ഏൽപ്പിച്ചതായ ദൗത്യം അത് ഭംഗിയായി ചന്തമായി ഉചിതമായി നിറവേറ്റുന്നതാണ്. കാരണം ഒരു ശങ്ക കൂടാതെ, ഒരു മടി കൂടാതെ, ഒരു നാണം കൂടാതെ ദൈവത്തിന്റെ വചനം ശക്തമായി പ്രഘോഷിക്കുവാൻ തക്കണം. മറന്നിരിക്കുന്ന മർമ്മങ്ങളെ വ്യക്തമായി തട്ടി ഉണർത്തി, അതിന്റെ മർമാദികളെ തട്ടി ഉണർത്തി, ഭാര്യയും ഭർത്താവും എപ്രകാരമായിരിക്കണം. കുടുംബം എന്ന വാക്കിന്റെ ഡെഫിനിഷൻ കുടുംബ ഇമ്പം ഉണ്ടാകുന്നതായ വ്യക്തമായ സബ്ജക്റ്റ്, വ്യക്തമായ ടീച്ചേഴ്സിലൂടെയും പഠിക്കുവാൻ തക്കണം സാധിച്ചു. അതിന് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ നല്ല പഠനം, പ്രത്യേകിച്ച് ആ വ്യക്തി ഞാൻ നന്ദി പേരറിയില്ല, ഹെലൻ കുമാർ, യൂത്ത് ട്രഷർ. ഹെലൻ കുമാർ നന്ദിയാണ്. കാരണം ആ പേര് പോലെ എന്തോ ഒരു പവറുകളുണ്ടെന്ന് തോന്നുന്നു, ഒരു നല്ല പവറുണ്ടെന്ന് തോന്നുന്നല്ലേ. പഠിപ്പിച്ചു തോന്നി. ആ വോയിസിന് ഒരു പ്രത്യേക ക്ലാരിറ്റി, ഒരു ഡെപ്ത്, കാരണം എന്തൊക്കെ മർമ്മങ്ങൾ വെളിപ്പെടുത്തുവാനുള്ള കെൽപ്പുള്ള ഒരു വ്യക്തി ഹെലൻ കുമാർ. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ അതുപോലെ ഈ സഭയിലെ എല്ലാ വിശ്വാസികളെയും ദൈവത്തിന് സ്വാഗതം. ശേഷിക്കുന്ന സന്ദർഭത്തിലൊക്കെയും ദൈവത്തിന്റെ അതീവ സാന്നിധ്യം അനുഭവിക്കാൻ തക്കവണ്ണം ദൈവം ഇവരെ സഹായിക്കട്ടെ. വീണ്ടും വീണ്ടും പാട്ടുകാരികൾക്ക് വീണ്ടും ഒരു സ്വാഗതം. ഇനി അനേക സഭകളിൽ പോയി നല്ല ഗാനം പാടുവാനും നല്ല ശബ്ദശുദ്ധിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തരണം. പ്രിയ കൊയറിനെയും ഈ ഗ്രൂപ്പിനെയും പ്രത്യേകിച്ച് അനുഗ്രഹിക്കപ്പെട്ട കീബോർഡിസ്റ്റിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല കര, നല്ല കൈയാണ്, വെക്കുന്നതെല്ലാം പൊന്നായിരിക്കുന്നതായ ഓരോ മർമ്മം അദ്ദേഹം വെക്കുന്ന ഓരോ. കാരണം മോള് പാടിപ്പോ താളപ്പിശക്ക് വന്നിട്ടും അതിനെ മാനുവലായിട്ട് മാനേജ് ചെയ്തതായ നല്ലൊരു കീബോർഡിസ്റ്റ്. നയത്തിൽ നിന്ന് അദ്ദേഹം ഒരുപാട് കണ്ടുപിടിച്ച് നോക്കി, താളത്തിന് കൊണ്ട് പോകാൻ നടന്നില്ല. അവസാനം അതങ്ങ് കട്ട് ചെയ്തിട്ട് മാനുവലാക്കി ഫോളോ ചെയ്ത് അതിനെ ആ പാട്ട് കട്ടിയ വളരെ പ്രോത്സാഹിപ്പിച്ചത് കീബോർഡ്സിന് ഒരു താങ്ക്സ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ആരാധന ആരംഭത്തിലേക്ക് ദൈവം സ്വാഗതം ചെയ്യാർപ്പിക്കുന്നു. ദൈവരെ അധികമായിട്ട് അനുഗ്രഹിക്കുമാറാട്ടെ. വിലയേറിയ വാക്കുകൾക്ക് നന്ദി അറിയിക്കുന്നു. നമുക്ക് ആരാണ് തുടക്കമെന്ന് വേണം എല്ലാവർക്കും എഴുന്നേറ്റ് പാട്ടസിലെ വന്ദന യേശു പാര എന്ന പാട്ട് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് പാടാം. പാട്ടസിലെ പുതിയ പാട്ടസിലെ രണ്ടാമത്തെ പാട്ടും പഴയ പാട്ടസിൽ 49ാമത്തെ പാട്ടുമാണ്. എല്ലാവർക്കും എഴുന്നേറ്റ് പാടാം. നിനക്കെന്നും വന്ദനം യേശുവരാ. Maria, tu
ഈ സമയം വാക്യം വായിക്കാനായി സെൽകുമാറിനെ സംശയം. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിൽ തുടങ്ങുന്നതായിട്ട് അപ്രകാരം നിൽക്കുമ്പോൾ തന്നെ ഇന്ന് വാക്യപ്രതി വായിക്കാൻ എടുത്തിരിക്കുന്നത് സത്യപ്രതിഭകാന പുസ്തകത്തിൽ നിന്നും പേജ് നമ്പർ 659 പേജ് നമ്പറിൽ ന്യായവിധി എന്നതിനെ കുറിച്ചാണ് വാക്യപ്രതി വായിക്കാൻ എടുത്തിരിക്കുന്നത്. സത്യപ്രതിഭകാന പുസ്തകത്തിൽ നിന്നും പേജ് നമ്പർ 659 ന്യായവിധി. നീതിമാൻ ദുഷ്ടനെ പോലെ ആകാതെ വണ്ണം ദുഷ്ടനോടുകൂടി നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല. സർവഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? യഹോവയുടെ സന്നിധിയിൽ തന്നെ അവൻ വരുന്നവല്ലോ. അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു. അവൻ ഭൂലോകത്തെ നീതിയോടും ജാതികളെ വിശ്വസ്തയും കൂടെ വിധിക്കും. അവനിൽ വിശ്വസിക്കുന്നവർക്ക് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്തിലാക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് പുകഴ്ച ഉണ്ടാകും. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ. അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ എന്നു അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു അഗ്നിനദി അവന്റെ മുമ്പിൽ നിന്നും പുറപ്പെട്ടു ഒഴുകി. 1000 പേർ അവൻ ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു. പുസ്തകങ്ങൾ തുറന്നു. അവസാനത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് വായിക്കാം. എല്ലാറ്റിന്റെയും സാരം കേൾക്കുക. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീർമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായ ന്യായവിസ്താരത്തിലേക്ക് നിർത്തുമല്ലോ. ക്രിസ്തുവിലുള്ള നിങ്ങൾ എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. ഈ വായിച്ചു കേട്ട വാക്യപ്രതിവാക്യങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ നമ്മുടെ സഹോദരൻ ലിജോന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. ലിജോ നയിക്കുന്നതാണ്. പ്രാർത്ഥനകളെ ലിജോ നയിക്കുന്നതാണ്. മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്.
പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടി ജീവനെ വാഴ്ത്തപ്പെട്ട പിതാവേ, ദൈവമേ, ഈ ശബദ ദിവസം ഞങ്ങളുടെ കുട്ടികൾക്ക് കൃപയ്ക്കാൻ കർത്താവേ. കർത്താവെ, ഞങ്ങൾ പല സ്ഥലങ്ങളിലായിരുന്നു ഞങ്ങളെ ദൈവമേ ഞങ്ങളുടെ ആലയത്തിൽ ഒരുമിക്കാൻ കൂട്ടി വരുത്തി കൃപയ്ക്കാൻ നന്ദി കർത്താവേ. യേശു, ഞങ്ങൾ ഞങ്ങളുടെ സന്നിധിയിൽ ഇരിക്കുവാൻ ഞങ്ങൾ യോഗ്യരല്ല കർത്താവെ. ഞങ്ങൾ പാപികളും ദോഷികളാണ് കർത്താവെ. എന്നാൽ പോലും അങ്ങേ ഞങ്ങളെ സ്നേഹിക്കുന്ന ആ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറഞ്ഞുകൊള്ളുന്നു കർത്താവെ. ദൈവം നടക്കാൻ പോകുന്നത് ആ ശബ്ദത്തോട് പ്രാർത്ഥിക്കുന്നു. നടക്കാൻ പോകുന്ന വർഷത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ ഡിവൈൻ സർവീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വചനം തരാൻ പോകുന്ന ദാസനോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, അങ്ങ് ദൈവമേ ആ ദാസനും കൂടി ഞങ്ങൾക്ക് തരുന്ന ആ വചനത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവമേ ആഴമായി പതിഞ്ഞ് ഞങ്ങൾ അത് പ്രകാരം ഞങ്ങൾ ജീവിക്കുവാൻ ഞങ്ങൾ സഹായിക്കും പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവം ഈ ആലയത്തിൽ ദൈവം ഒരുപാട് പേര് രോഗം കാണാനും ദൈവം പ്രയാസങ്ങളിൽ വലിയൊരു ഒത്തിരി പേർക്ക് ഉണ്ടാവും കർത്താവെ. അവരോട് പ്രാർത്ഥിക്കുന്നു ദൈവം, അവർക്ക് ദൈവം സമാധാനവും സൗഖ്യവും ദൈവം പകരമാണ് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവം ഇന്ന് ആലയത്തിൽ വരാതെ കഴിയുന്ന ഒത്തിരി പേരുണ്ടാവും കർത്താവ്. ദൈവം അവരോട് പ്രാർത്ഥിക്കുന്നു ദൈവം, അവർക്ക് ദൈവം കൂടുതലായി ദൈവം അനുഗ്രഹങ്ങൾ ചൊരിയുമാണ് പ്രാർത്ഥിക്കുന്നത് കർത്താവ്. അവരെ എത്രയും പെട്ടെന്ന് തന്നെ ദൈവം അടുത്ത ശബ്ദങ്ങളിൽ ദൈവം അങ്ങനെ ആലയത്തിൽ കൂട്ടി വരുത്തുവാൻ അത് സഹായിക്കുമെന്ന് അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഒന്നുകൂടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവം നടക്കാൻ പോകുന്ന ഈ സർവീസിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങൾക്ക് ദൈവമേ ഞങ്ങളുടെ ആ സർവീസ് ദൈവമേ ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുമാണ് പ്രാർത്ഥിക്കുന്നത് കർത്താവ്. ഞങ്ങളെല്ലാവരും ദൈവം മടങ്ങി പോകുമ്പോൾ ദൈവമേ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ദൈവമേ ഞങ്ങൾ സന്തോഷമായി മടങ്ങി പോകുവാൻ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ചോദിച്ചു കുറവാണെങ്കിലും ദൈവമേ അധികം നന്മകളാൽ കൊണ്ട് നിറയ്ക്കണം. എല്ലാം വിശ്വസിക്കുന്നു തന്നെ. ആമേൻ. നേർച്ചയും കാണിക്കുകയായിട്ടുള്ള സമയമാണ്. അധികാരപ്പെട്ട വ്യക്തികളെ ദൈവത്തെ ക്ഷണിക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷ നടത്തുന്ന സമയത്ത് ഒരു പ്രത്യേക ഗാനം കുഞ്ഞുമക്കളുടെ പ്രത്യേക ഗാനം കേൾക്കാം. സദസ്സിലും ശ്രദ്ധിക്കുക, പ്രാർത്ഥന വിളിക്കുക. മറ്റു അഭ്യാസങ്ങളോ സംസാരങ്ങളോ ഉണ്ടാകാതെ നാം
നല്ല പ്രത്യേക പാടിയതായ സ്വരൂപങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവർ ഭാവിയിൽ വളർന്ന് ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീർപ്പാൻ തക്കോണം പ്രിയ കുഞ്ഞുങ്ങളെ ദൈവത്തെ ഉപയോഗിക്കട്ടെ. അത് ഇപ്രകാരം തീർപ്പാൻ തക്കോണം സഹായിച്ചതായ മാതാപിതാക്കളെയും ദൈവത്തിനുമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. നൽകിയതായ ദശാംശം, നേർച്ച, കാഴ്ച, കാണിക്കും ഒക്കെ ഓർത്തുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നല്ലവനും വല്ലവനുമായിരിക്കുന്ന അടികളുടെ വാഴ്ത്തപ്പെടാൻ ദൈവമേ കർത്താവേ, തിരുനാമത്തിന് സ്തോത്രം. ഈ അനുഗ്രഹമേറിയ നല്ല സമയത്തിനായിട്ട്, നല്ല വേളയ്ക്കായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. 6 ദിവസം അധ്വാനിക്കാനുള്ള ശേഷിയും ബുദ്ധിയും ശക്തിയും ജ്ഞാനവും പരിജ്ഞാനമൊക്കെ സ്വർഗത്തിലെ ദൈവം നിന്റെ മക്കൾക്ക് ദാനമായി ചെറിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ആ കൊടുത്ത നന്മയ്ക്ക് അതീതമായ നിന്റെ മക്കളാ ഈ ഭൂമിയിൽ ജീവിച്ച ദൈവത്തിന് ഹിതമുള്ള പാത്രമായി ഒരുക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇടപെടുമാറാണെന്നോ പ്രാർത്ഥിക്കുന്നു. നേർച്ചയും ദശാംശം അർപ്പിച്ച ഓരോ കരങ്ങളെയും ദൈവം തൃക്കൺ പാർത്ത് അനുഗ്രഹിക്കണം. അത് സൗരഭ്യവാസമുള്ള യാഗമായി തീർപ്പാൻ ദൈവം കൃപ ചെയ്യണം. കർത്താവേ, നിന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് ദശാംശവും നേർച്ചയും വഴിപാടും എന്റെ ഭണ്ഡാരത്തിൽ കൊണ്ടുവരാൻ ദൈവം കൽപ്പിച്ചിരിക്കുമ്പോൾ ദൈവം നിന്റെ മക്കൾ അർപ്പിച്ചതായ ഓരോ കരങ്ങളെയും, അങ്ങയുടെ ഭണ്ഡാരത്തിൽ അർപ്പിച്ചതായ ഓരോ കരങ്ങളെയും ദൈവം ആത്മീയമായിട്ടും ഭൗതികമായിട്ടും അനുഗ്രഹിപ്പാൻ തക്കവണ്ണം സർവശക്തിയുടെ ദൈവം സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിലും കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും അസ്വസ്ഥകളും അശുദ്ധാത്മാന്റെ കെട്ടുപാടിലും ആയിരിക്കുന്നതായ ഓരോ വ്യക്തി ജീവിതങ്ങളെയും സമാധാനമില്ലാതെ കഷ്ടതകളും പ്രയാസവും മാനസിക രഹിതമായിരിക്കുന്നതായ അനേക വ്യക്തികളെയും താങ്കളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപയും സാക്ഷ്യവും നിന്റെ മക്കളോട് കൂടുന്ന അനുഗ്രഹം കർത്താവേ, വചനം വിളമ്പുന്നതായ പ്രിയ ശ്രേഷ്ഠ ദാസന്മാരെ താങ്കളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിഘ്നായ മോശയുടെ അധരത്തോട് കൂടുന്ന ദൈവം നിന്റെ മകന്റെ അധരത്തോട് കുഴിക്കുകയും മറന്നിരിക്കുന്ന സത്യത്തെ ജനത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം കൃപ ചെയ്യണം. മാനവും മഹത്വം അംഗീകരിക്കണം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ യാചിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണമേ പരമപിതാവാം ദൈവമേ. ഒരു നിമിഷം സ്വസ്ഥാനങ്ങളിൽ നിന്ന് എല്ലാവരും എഴുന്നേറ്റ് അപ്പം ചെയ്യണം. ഡിജയ് ഭാര്യ മുൻകേറി വന്നു, 3 കുഞ്ഞുങ്ങൾ മുന്നോട്ട് വരും. പ്രിയ മകൻ നാളെ യാത്ര തിരിക്കുകയാണ് അല്ലേ? പ്രിയമക്കൾ യാത്ര തിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാരും മുൻപടയായും പിൻപടയായി നിന്റെ മക്കൾക്ക് കാവലായിക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവം നിന്റെ മക്കളോട് കരുണ കാണിക്കട്ടെ. ഇത്രത്തോളം യഹോവ നിന്റെ മക്കളെയും കുടുംബത്തെയും കരുതി, ഇത്രത്തോളം യഹോവ നിന്റെ മക്കളെ സഹായിച്ചു. പലവിധമായ കഷ്ടങ്ങള്, പലവിധമായ പ്രയാസങ്ങള്, രോഗങ്ങള്, സാമ്പത്തിക ഞെരുക്കം വന്ന സന്ദർഭത്തിലൊക്കെയും
ദൈവത്തിന്റെ കരം നിന്റെ മക്കൾക്ക് താങ്ങായിരുന്നു, തള്ളായിരുന്നു. ഇനിയുള്ള സന്ദർഭത്തിലും അപ്രകാരം സംഭവിക്കാൻ തക്കണം നമുക്ക് ദൈവത്തോട് ദാസന്മാരെയും ദാസ്യമകളെയും അവർക്ക് ദാനമായി കൊടുത്ത 3 കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വസ്ഥാനങ്ങളായിരിക്കുന്നു കണ്ണുകളടയ്ക്കാം. നമുക്ക് സ്വർഗ്ഗദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവും ജീവന്റെ ഉടമസ്ഥനുമായിരിക്കുന്ന അടിയുടെ നല്ല ദൈവമേ, സ്വർഗനാഥ, പരിശുദ്ധ പിതാവേ, ഈ അനുഗ്രഹമേറിയ നല്ല സമയത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരൻ ലിജയെയും പ്രിയ ഭഗ്നി സൗമ്യയെയും അവർക്ക് ദാനമായി കൊടുത്ത 3 കുഞ്ഞുങ്ങളെയും അങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ അദൃശ്യമായ സാന്നിധ്യവും സാമീപ്യവും നിന്റെ മക്കളോട് കൂടിയിരിക്കുകയും നിന്റെ മക്കളവിടുന്ന് വേണ്ടുന്ന ഭൗതിക ആത്മീയ അനുഗ്രഹം നൽകി അവിടെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാണെന്നോ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ മുഴങ്കാലം മടക്കുന്ന ഒരു വ്യക്തിയെ പോലും ദൈവം നിരാശയോടെ മടക്കി അയച്ചിട്ടില്ല എന്ന സത്യവചനം ഇരിക്കവേ, ആ വചനപ്രകാരം നിന്റെ മക്കളെ ഈ കാലങ്ങളിൽ നയിക്കപ്പെടാനുള്ളതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി നിന്റെ മക്കളോട് കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തൊട്ടവരെയും അങ്ങേ തൊട്ടവരും ആരും നിരാശരെ കടന്നു പോയില്ല എന്ന് വാൽക്കാലം കർത്താവ് അങ്ങയുടെ സ്ഥലത്തിൽ ആയിരിക്കുന്ന ലിജയും കുടുംബത്തെയും ദൈവത്തിന്റെ കരങ്ങൾക്ക് ഫലമേൽപ്പിക്കുകയാണ്. ദൈവത്തിന്റെ അതീവ സാന്നിധ്യം സാമീപ്യം ഈ കാലങ്ങൾ അനുഭവിപ്പാൻ തക്കണം ദൈവം കൃപ ചെയ്യുന്നു. നാളത്തെ പാൽക്കാലം നിന്റെ മക്കൾ യാത്ര തിരിക്കുമ്പോൾ, ഈ ഭാഗത്തു നിന്നും കുവൈറ്റിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ദൈവത്തിന്റെ അതീവ സാന്നിധ്യം, അതീവ സാമീപ്യം, ദൈവത്തിന്റെ വിശുദ്ധ കരം നിന്റെ മക്കളോട് കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിലെ ദൂതന്മാര മുൻപടയായി പിൻപടയായി കാവൽ നിർത്തി യാത്രയിൽ യാതൊരുവിധ വിഘ്നതകൾ ഉണ്ടാകാൻ, തടസ്സം ഉണ്ടാകാൻ, അശുദ്ധാത്മാവ് ഒരു പ്രതിസന്ധി ഉണ്ടാകാൻ ദൈവമേ അവിടെ കരുതിക്കൊള്ളമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ അങ്ങയുടെ തിരുസന്നിധി ആഗതരായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും വ്യക്തിപരമായി പേരായി തരമായി അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഈ സഭയുടെ നട്ടല്ലായിരിക്കുന്നതായ സഹോദരൻ ഷാജിയെ അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കും പ്രാർത്ഥിക്കും. കുടുംബത്തെ അനുഗ്രഹിക്കും. ഇരു കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും. മറ്റെല്ലാ വ്യക്തികളും ഓർത്ത് പ്രാർത്ഥിക്കും. അനുഗ്രഹിച്ച കർത്താവ് മർമ്മത്തെ ഇന്ന് വളരെ ഗ്രഹിപ്പാൻ തക്കണം. പ്രിയ ദാസന്മാരിലൂടെ അധരത്തിലൂടെ ദുഃഖനായ മോശയുടെ അധരത്തിലൂടെ സംസാരിച്ച ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മകന്റെ അധരത്തിൽ കൊടുക്കുകയും അത് കേട്ട് ശ്രമിച്ച് അത് പഠിച്ച് തൃപ്തരായി കടന്നു പോകാത്ത കണ്ട് കൃപ ചെയ്യണം. ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടാകുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മശക്തി പ്രാപിക്കേണ്ടതിനാണ് ദൈവത്തിന്റെ ആത്മീയ ശക്തി അവർ നൽകി നിന്റെ മക്കളെ അവർ അനുഗ്രഹിക്കണം. ചോദിച്ചെടുപ്പമാണെങ്കിലും അനവധി നന്മകൾ കൊണ്ട് നിറക്കി മാറണമെന്ന് യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ യാചിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണമേ പരമപിതാവാം ദൈവമേ.